ഹലോ. ഹലോ. ഏയ്, ഇത് ഞാൻ വെറുതെ വിളിച്ചതാ കേട്ടാ. വെറുതെ വിളിച്ചാ ഞാൻ വിചാരിച്ച് ഉം. ഇപ്പം വരുമോ നീക്കാനാണോ? അതൊന്നല്ല, നീ പോയിട്ടില്ലേ? പോകാണ്ടിരിക്കാൻ പറ്റില്ലല്ലോ. ഉം. എന്നുണ്ട് വെറുതെ വിളിക്കാം. ഒന്നുമില്ല, അല്ല എന്നെ പിന്നെ നമ്മളൊന്ന് ചോദിച്ച ഗീതുവിനെ അറിയ എനിക്ക് അറിയൂ. ഇതിനറിയാം. അന്നോട് തീരെ ഒരു മൈൻഡ് കാണിക്കാതെ നിർത്തിയല്ലേ. നീ വളക്കാൻ നോക്കിയതാ? വളക്കാനും ഓടിക്കാനും നോക്കിയിട്ടില്ല. അവർക്ക് എന്നെ കാണുമ്പോ എന്തൊരു മസിൽ കൊടുത്താ. അല്ല അവളെന്നെ വിളിച്ച് ഇന്ന്. ഓള് നിന്നെ വിളിക്കാൻ ഇപ്പൊ കോണ്ടാക്ട് ഉണ്ടാ? അന്നേ ഗെറ്റ് ടുഗദറിന് പോയപ്പോ കണ്ട്, എന്നിട്ട് ഫോൺ നമ്പർ വാങ്ങി. ഇനി എപ്പോഴും വിളിക്കാടി നിർത്തി. എപ്പോ? കഴിഞ്ഞ പ്രാവശ്യം ഗെറ്റ് ടുഗദർ വെച്ചപ്പോ നീ വരൂലല്ലോ. അല്ല ഞാൻ അന്നേരം അതിന് ഞാൻ അറിഞ്ഞിട്ടില്ല കേട്ടോ. എന്നാല് ഇപ്രാവശ്യത്തെ ആൾക്കാരോ ഞാനിപ്പൊ അടുത്താണ് എന്റെ നമ്പറ് നമ്മളെ ആരാണ് എന്ത് മേടിച്ചേ, അങ്ങനെയാണ് എന്നെ വിളിക്കാൻ തുടങ്ങിയത്. ഇത് നീ വരൂലല്ലോ, പിന്നെ ഗ്രൂപ്പ് വിട്ടിട്ട് കാര്യമില്ല. അങ്ങനെ അവളെന്റെ അടുത്തുനിന്ന് നമ്പർ വാങ്ങി. അപ്പൊ ഇന്നെന്ത് വിളിക്കുന്നു. അല്ല എന്നോട് കുറച്ച് കാര്യം പറയാൻ വേണ്ടി വിളിച്ചതവള്. എന്ത് കാര്യം? അത് പിന്നെ അവള് പണ്ട് മുച്ചിനായിട്ട് ലൈൻ ചെയ്യുമ്പോലെ ഇപ്പൊ കല്യാണം കഴിഞ്ഞു. കല്യാണം കഴിഞ്ഞാ? ഓനുമായിട്ടില്ല, മച്ചിനായിട്ടില്ല കല്യാണം കഴിഞ്ഞത്. വേറെ ഇവര് കല്യാണം കഴിഞ്ഞു. അപ്പൊ മച്ചിനായിട്ട് ഇവക്ക് പണ്ട് വലിയ അടുപ്പേനും മറ്റേ കല്യാണം കഴിക്കുന്നെല്ലാം വിചാരിച്ച് നിന്നതാ. അവനാണെങ്കിൽ ഇവളെ പരമാവധി എന്നാ പറയണ്ടേ പ്രയോജനപ്പെടുത്തി. മോശമല്ല അനക്കിട്ട് ചേച്ചിയാ? അങ്ങനെയല്ല. അല്ല ഞാൻ നമ്മള് മാത്രമേ ഉള്ളൂ ഇങ്ങനെയൊക്കെ വലിയ ആളെന്നാ വിചാരിച്ചെ. അതുകൊണ്ടാണ് അവൾ ഇന്നെ മൈൻഡാക്കാണ്ട് നിന്നത്. അത് ശരി. അവക്ക് വേറെ ലൈൻ ഉണ്ട്. അപ്പൊ ഇവനാണെന്നെങ്കിൽ എന്നാ പറയണ്ടേ, ആടാ ഇവളെ കാണുമ്പോഴല്ല ഇവളെ വീട്ടിൽ വന്നിട്ട് ഇത് തന്നെ പരിപാടി. അങ്ങനെ പല പ്രാവശ്യവും നടന്നു. അതെല്ലാം എന്നോട് പറയേണ്ടി വരും. ഇപ്പഴല്ല, ഇത് എന്നോട് ഓള് പല പ്രാവശ്യം പറഞ്ഞിട്ടില്ല. അതിനുള്ളതും മറ്റേ ഇങ്ങനെയുള്ളതെല്ലാം എന്നോട് പറയുന്നുണ്ട്. അങ്ങനെയല്ല ഞാനും പറയേണ്ടി വന്നത്. അത് ശരി. അപ്പൊ ഞാൻ വെറുതെ അല്ല എന്റെ ഇപ്പൊ കത്തിയ വെറുതെ അല്ലല്ലേ. എന്നെ കാണുമ്പോ ഒരു മസില് കൊടുത്ത ഒരു ഇളുബ്യം ചിരിയിടം ചിരിച്ചിട്ട് പോയത്. നീ എന്നെ മാക്സിമം കുറവാക്കലന്നെ. അങ്ങനെ തന്നെയല്ലേ. എന്നിട്ട് അതല്ല രസോ. ഇതിപ്പോ കല്യാണം കഴിഞ്ഞ് അവനും എല്ലാം കഴിച്ചത്. അപ്പൊ അവന് പെണ്ണ് കിട്ടാതുകൊണ്ട് അവനും കല്യാണം കഴിച്ചിട്ടില്ല. അല്ല പെണ്ണിട്ട് പിന്നെ ഇവിടെ കഴിച്ചാ പോരായിരുന്നു? അല്ല, വീട്ടുകാർ സമ്മതിക്കുന്നില്ല. അവന് നല്ലൊരു ജോലിയില്ല, ഒന്നുമില്ല. ഇവര് രണ്ടാളും തമ്മിൽ ഇങ്ങനെ ഇതായി നിന്നല്ലേ ഉള്ളൂ. വീട്ടുകാർക്ക് തീരെ താല്പര്യമില്ലാത്ത കാര്യം ഇത്. അപ്പൊ അവനാണെങ്കിൽ പറയാന്താന്ന് പറയണ്ടേ, ഒരു ജോലിയൊന്നും ഇല്ല നല്ല. അപ്പൊ നല്ലൊരു ജോലിക്കാരൻ വന്നേരം ഇവളെ പിടിച്ച് കെട്ടിച്ച്. നിന്റെ അവസ്ഥ തന്നെ. എന്റെ അവസ്ഥ എന്ന് പറയാ നോക്കുമ്പോ ഇപ്പൊ നീ അങ്ങനെ എന്നെ ബ്ലാക്ക്മെയിൽ ഒന്നും ചെയ്യുന്നില്ലല്ലോ. അതാണ് കാര്യം. അതാണ് എന്നെ വിളിച്ചത്. അതറിഞ്ഞ് പിന്നെ ഇപ്പൊ എന്നാ പറയണ്ടേ, ഇടക്ക് വീട്ടിൽ വരും, അവളെ വീട്ടിൽ പോകുമ്പോഴും കല്യാണം കഴിച്ചു കൊണ്ടേ വീട്ടില്. അപ്പൊ അപ്പൊ എപ്പ വേണമെങ്കിലും പോകാലോ. അങ്ങനെ എപ്പെങ്കിലും പോവും. പിന്നെ ഓളുമായിട്ട് മറ്റേ ഓളോട് പറയും ഞാൻ പിന്നെ നീ ഇങ്ങനെ ഇതാക്കിയിട്ടില്ലെങ്കിൽ ഞാൻ ഇപ്പൊ ഇതിന്റെ വീഡിയോ എല്ലാരോടും പറയും. ഒരേ ഇത് ബ്ലാക്ക്മെയിൽ പേടിപ്പിക്കല്.
എന്നിട്ട് ഓള് പറഞ്ഞ് പിന്നെ ഓളെന്നാ പറയണ്ടേ, ഓന്റെ കാലെ കയ്യെ പിടിക്കുന്ന പോലെ പറഞ്ഞ് പണ്ടത്തെ കാര്യം നീ ഇപ്പൊ ഇവിടെ പറയുന്ന പറഞ്ഞിട്ട് അങ്ങനെ പറഞ്ഞുള്ളൂ. അപ്പൊ ഓൻ പറയാ അത് ഓന് ഇവളെ കിട്ടണം പോലെ ആദ്യം. എങ്ങനെ കല്യാണം കഴിക്കാനാ? കല്യാണം കഴിക്കാനല്ല, ഓ അത് ശരി. പണ്ടത്തെ പഴയതുപോലുള്ള സംഭവം, അതായത് ഇപ്പം നടത്തിക്കൊണ്ടോണോ? അങ്ങനെ ആവർത്തിക്കണം. അതിന് വേണ്ടിയിട്ടാണ് ഇടക്ക് പിന്നെ ആടെ പോയിട്ട് പറയും, നീ എന്നാ നിന്റെ വീട്ടിൽ വാ, ഞാൻ ആടെ വരാം. ഇവിടെ പിന്നെ അങ്ങനെ പറ്റൂലല്ലോ. അവളെ വീട്ടിലാവുമ്പോ പിന്നെ ഓന് സൗകര്യല്ലേ. വീട്ടിൽ അച്ഛനും അമ്മയും അല്ലേ ഉള്ളൂ, ഒരാങ്ങളല്ലേ, അത് ഗൾഫിലായിരിക്കും ജോലിയിലായിരിക്കും. അപ്പൊ ഇവളും അന്നേരം പിന്നെ ഇപ്പൊ അച്ഛനും അമ്മയും ഒറ്റയ്ക്കേ ഉള്ളൂ. അച്ഛൻ ജോലിക്ക് പോവും, അമ്മയല്ലേ ഉണ്ടാവും. അമ്മയുടെ പിന്നെ ഇവൻ വരുന്നതിന് പിന്നെ കാരണോട് ആങ്ങളതിന്റെ മോനെ തമ്മിലോ, അപ്പൊ പ്രശ്നമൊന്നുമില്ലല്ലോ. അപ്പൊ നീ ആടെ എന്നാ 2 ദിവസം നിൽക്കുമ്പോ നിനക്ക് എന്നാ പിന്നെ സൗകര്യല്ലേ ഇതാണ്. അപ്പൊ ഇവളാണെങ്കില് ഇനി ഞാൻ അങ്ങനെ വരൂല, ഞാൻ കല്യാണം കഴിച്ചു കഴിഞ്ഞ് ഇനി എനക്ക് അങ്ങനെ പറ്റൂലെന്ന് പറഞ്ഞ്. അവനാണെങ്കിൽ സമ്മതിക്കുന്നില്ല, ഒരേ വാശിയിലുള്ളത്. മക്കളൊന്നുമില്ല? ഇതൊക്കെ ഇപ്പൊ കല്യാണം കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞു. ഇല്ല, അതിനൊന്നുമില്ല. അല്ല, എന്നാ പിന്നെ ഇവനെ വീട്ടുകാരോട് ആദ്യമേ പറഞ്ഞു ഇവനെന്നെ കെട്ടിയാ പോരേനോ? ഓ, ഇവളെ അച്ഛൻ സമ്മതിക്കായിട്ടാണ്. നമ്മക്ക് കുറച്ച് താല്പര്യം ഉണ്ടായിരുന്നു ആങ്ങളെന്റെ മോനെ. പക്ഷെങ്കിൽ അച്ഛന് തീരെ താല്പര്യമില്ല. ഒറ്റ പെണ്ണല്ലേ, പിന്നെ ഇത് ജോലിയൊന്നും ഇല്ലാതെ ഇവരുടെ ചായച്ചിട്ട് എന്നെല്ലാം പറഞ്ഞിട്ട് അങ്ങനെ ഒഴിവാക്കിയതാണ്. അപ്പൊ ഇവള് കൊറേ ഇതാക്കിയെന്ന് തോന്നുന്നു കല്യാണം കഴിക്കേ. അപ്പൊ ഞാൻ അച്ഛന്റെ സമ്മതത്തിനേറ്റം നിന്നതാ. അപ്പൊ എല്ലാം കഴിയുകയും ചെയ്ത് എല്ലാ സംഗതിയും. അതുകൊണ്ട് പിന്നെ ഇവക്ക് ഇപ്പാണെങ്കിൽ ഓരോ വല്ലാതെ ശല്യം. അല്ല, അന്നേരം ഇതിപ്പോ ഇപ്പൊ അവിടെ വീട്ടില് കെട്ടിയവനോട് പറയാനും പറ്റില്ലല്ലോ. ഇല്ല, ഇവനാണെങ്കിൽ നിർബന്ധിക്കുന്നു, നിന്റെ വീട്ടിൽ വാ, അല്ലെങ്കിൽ എന്റെ ഒന്നിച്ച് വേറെ എടിക്കുമ്പോ അത് പറ്റി. അങ്ങനെ ഇവനറിയില്ല അങ്ങനെ വരാൻ പറ്റൂലെന്ന്. അറിയാം, കല്യാണം കഴിച്ചിട്ടില്ലല്ലോ, മുട്ടി നിൽക്കുന്നതായിരിക്കും. അതായിരിക്കും ഇവളോട് പോയിട്ടിങ്ങനെ ഇതാക്കിയാല്. അപ്പൊ ഇവള് പിന്നെ ഞാൻ വിചാരിച്ച് പൈസക്ക് എങ്ങാനും ചോദിച്ചിട്ടാണെന്ന് പറയുന്നത്. പൈസക്കല്ല, പൈസ കൊടുത്താ പോരെ. ഇവള് ഒന്നിച്ച് ഇനിയും പോണം. പഴയ എല്ലാ കാര്യങ്ങളും അതുപോലെ മുന്നോട്ട് കൊണ്ടുപോകണമെന്നല്ലേ? ഇവന് കല്യാണം കഴിക്കാൻ പറ്റുന്നില്ല. ഇവനിപ്പം ജോലിയൊന്നും ആയിട്ടില്ല. പറയട്ടൊക്കെ ജോലിയൊന്നുമില്ല. ഇപ്പൊ പെണ്ണ് കെട്ടാനും അങ്ങനെ കുറച്ച് ഇതില്ലേ. അല്ല, ഇവനെക്കാണി നമ്മളിപ്പോ രണ്ടാളും ഒരേ പ്രായന്ന് പറയാ. അവളിപ്പോ അവളെക്കാണി ഒരുപാട് വയസ്സുണ്ടാവില്ലേ മുറച്ചെറുക്കെന്ന് പറയുമ്പോ? അങ്ങനെ അത്ര 2-3 വയസ്സിന്റെ ഇത് ഇവളപ്പോ ഓനെക്കാളും അണിയത് ചെറിയ. പണ്ട് നല്ലോണം സന്തോഷിച്ചാണ്, അതിനാണ് കാര്യം ഇപ്പൊ അനുഭവിക്കുന്നുണ്ടല്ലേ. പണ്ട് വീട്ടിൽ വന്നിട്ട് അന്നേരം രണ്ടാളും ഒരേ മനസ്സാണല്ലോ. ഇപ്പല്ലേ താല്പര്യമില്ല അത്. അങ്ങനെ കുറച്ച് കാര്യങ്ങൾ എന്നോട് പറഞ്ഞു. അന്നേരം നീ മുമ്പ് പറഞ്ഞാൽ ഇപ്പോഴതൊക്കെ ആയിട്ട് നീ ആദ്യം പറഞ്ഞ അവളോട്? അയ്യോ, അതൊന്നും പറഞ്ഞിട്ടില്ല. അവള് പിന്നെ പണ്ട് നിങ്ങൾ രണ്ടാളും ഒരേപോലെയാണെന്ന് വിചാരിക്കും. ഇപ്പൊ അങ്ങനെ ആയിരിക്കും. എന്നോ അല്ലേ, ഇപ്പൊ പിന്നെ അങ്ങനെ പറയാൻ പറ്റൂലല്ലോ. എനിക്ക് പറഞ്ഞൂടെ നീ ഓനെ പിണക്കണ്ട, ചെറിയൊരു സഹായമൊക്കെ ചെയ്ത് കൊടുത്തേന്ന് പറഞ്ഞൂടേനോ? അതെങ്ങനെ ഞാൻ പറയുക? അങ്ങനെ പറയാൻ പറ്റുക? ചോദിച്ചോ, പോയിക്കൂടെ എനിക്ക്? അങ്ങനെ ചെറിയ സഹായമൊക്കെ ചെയ്ത് കൊടുത്തിട്ട് ഓനെ ഒതുക്കാൻ കൊണ്ടുപോകുന്നല്ലേനോ നല്ലേന്ന്? അപ്പൊ ഹസ്ബൻഡോ?
അല്ല അറിയാണ്ട് ഹസ്ബൻഡിനോടൊപ്പം പറയാൻ പറ്റും. അറിയാണ്ട് എന്ന് പറഞ്ഞാൽ ആ വീട്ടിൽ പറ്റില്ലല്ലോ. പിന്നെ അല്ല ഇടയ്ക്ക് ഇവളെ ഫോൺ വിളിച്ചിട്ട് ഇവളെ ശല്യം ഉം, എല്ലാം ഉം. ഇപ്പൊ ഉള്ളത്. ഉം. അതിനിപ്പോ ഇനി എന്താ ചെയ്യാ? ഇതാണ് ഇനി നീ പറഞ്ഞ മാതിരി പോകാനേ പറ്റുന്ന എനക്ക് തോന്നുന്നു. അവൻ പറയുമ്പോ അങ്ങ് വീട്ടിൽ പോകാനാ. ആ അല്ലാണ്ട് ഇപ്പൊ എന്താ ചെയ്യാ? അതും എത്ര കാലം അങ്ങനെ പോകുന്നേരം. അല്ല അത് പിന്നെ വിഷയല്ലേ, അത് കല്യാണം വിഷയല്ലേ. കഴിച്ച് ഒഴിവാക്കിട്ട് അവന്റെ ഒന്നിച്ചെന്നെ പോകേണ്ടി വരും. അതെവിടെയാ ശരിയാ പോകുന്നേരം? ഇല്ല. അതും നടക്കൂലല്ലോ. ഉം. പാവ കെട്ടിയോന്റെ കാര്യം. ആ, ഇനി, ഉം. അപ്പൊ നീ ചെയ്യുന്നതോ? ഞാനാ ആ ഞാൻ അങ്ങനെ നിന്നെ ഇത് ചെയ്തിട്ടൊന്നുമല്ലല്ലോ. നീ ആയിട്ട് എന്നോട് നമുക്ക് കൂട്ടുകൂടാന്നിട്ട് എന്നാ വിളിക്കുന്നതല്ലേ. അല്ല, നമ്മള് കല്യാണം കഴിക്കാൻ ആഗ്രഹിച്ചവരെ തന്നെ കഴിക്കണം എന്ന് അതാ പറയുന്നു. അതന്നെയല്ലേ ഞാനും പറഞ്ഞു. അല്ലേ ഇങ്ങനെയെല്ലാം സംഭവിക്കും. ഉം. എന്നിട്ട് എന്നെ കൊണ്ട് എനിക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? അല്ല, ഇനിയുള്ളവരെങ്കിലും ശ്രദ്ധിച്ചാൽ നല്ലത്. അല്ല അത് ശരിയാണ്. ഇങ്ങനത്തെ ഓരോ ഇതിൽ പോയി പെട്ടിട്ട് ഉം. ജീവിതം കൊളാക്കുന്നതിനൊക്കെ നല്ല വീട്ടിൽ നിന്ന് ആഗ്രഹിച്ചവരെ മര്യാദക്ക് കഴിക്കുന്നു. ആഗ്രഹിക്കാനെ കഴിക്കോ, അല്ലെങ്കിൽ ആഗ്രഹിക്കാണ്ടിരിക്കോ, വീട്ടിൽ നിന്ന് പറയുന്ന രീതിയിൽ മുന്നോട്ട് പോകും. അതല്ലേ അല്ല, നല്ലത്. ആഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ അവരെ തന്നെ കഴിക്കുന്നതാണ് നല്ലത്. അന്നേരം പിന്നെ ഇതുപോലുള്ള പ്രതിസന്ധികളൊന്നും നേരിടണ്ട, മുന്നോട്ട് പോകാൻ പറ്റും. അതാ എനക്കും പറയാനുള്ളത്. അപ്പൊ ഞാൻ എനിക്ക് വേറെ ബുദ്ധിമുട്ടൊന്നും ഉണ്ടാക്കിയിട്ടില്ലല്ലോ. അല്ല, നിനക്ക് എന്നെ കഴിച്ചാൽ മതിയേനും. മതിയേനും, പക്ഷെ പറഞ്ഞിട്ടുണ്ടോ എന്റെ വീട്ടുകാരെ അയക്കണ്ടേ? അറിയില്ല, ഇപ്പാന്ന് തോന്നുന്നു. ഇപ്പൊ തോന്നുന്നുണ്ടോ അങ്ങനെ? ഇപ്പൊ തോന്നിട്ട് കാര്യമില്ലല്ലേ. അതില്ല, അപ്പൊ തോന്നണ്ടേ? നമ്മക്കിപ്പോ ഈ ഉള്ള പോലെ അങ്ങനെ അങ്ങ് പോയപ്പേ ഒന്നിച്ച് പോകാല്ലേ. പിന്നെ അല്ലാണ്ട് ഇനി ആളോട് അങ്ങനെ തന്നെ പറയാം. നീ അങ്ങനെ പറഞ്ഞു കൊടുക്കൊന്നും വേണ്ടേ? പക്ഷെ നിന്നെ സംശയം വരുമോ? അല്ല, പിന്നെ അതിനെ വിളിച്ചിട്ട് ചോദിക്കുമ്പോ ഞാൻ അവന് പറയണ്ടേ? നിന്നെ വിളിച്ചിട്ട് ചോദിക്കാൻ നീ ആര്? നിന്റെ ക്ലാസ് എടുത്ത് കൊടുക്കാൻ ടീച്ചറാ? അല്ല, അല്ല, എന്റെ ബെസ്റ്റ് ഫ്രണ്ട് അല്ലേ. ബെസ്റ്റ് ഫ്രണ്ടൊക്കെ തന്നെ സമ്മതിച്ചു. പക്ഷെ ബെസ്റ്റ് ഫ്രണ്ടോട് ഇപ്പോഴത്തെ കാര്യങ്ങളൊന്നും പറയരുത് കേട്ടാ. അതൊന്നും അറിയില്ല. ഞാന് മുമ്പെല്ലാം ആലോചിക്കലുണ്ട്, അന്ന് ആ സമയത്ത് ഞാൻ ആലോചിക്കലുണ്ട്. എന്നാടാ എന്നെ കാണുമ്പോ ഇങ്ങനെ ഒരു മസിലൂടുത്ത ഒരു ആക്കിയിട്ടുള്ള നോട്ടവും. അപ്പൊ നീ ലൈൻ അടിക്കാൻ പോയിനല്ലേ? ലൈൻ എടുക്കാൻ പോയിട്ടൊന്നുമില്ല, ലൈനൊന്നും അടിച്ചിട്ടില്ല. അപ്പൊ നീ ഇതൊക്കെ പറഞ്ഞിട്ട് കയറ്റി വെച്ചു കൊടുത്തിട്ടില്ലേ? ഞാൻ അറിയില്ലോ നീ ആരുടെ ഇത് പറഞ്ഞത്. നീ എന്ന് പറഞ്ഞ ആരോടും പറഞ്ഞു. ഞാൻ ഒരു കുട്ടിയോട്, ഞാൻ എന്റെ ഫ്രണ്ടോട് പോലും ഞാൻ പറഞ്ഞിട്ടില്ല. ഞാൻ അത്രയും ഡീസന്റ്. ഇപ്പല്ലേ നീ ഇത് പറയുന്നത്? നേരം മുമ്പ് പറഞ്ഞെങ്കില് ഞാൻ പണ്ടേ ആർന്ന് ഓടിപ്പോയിട്ടുണ്ടാവും. പഠിക്കാണ്ട് സ്കൂളിൽ പോയാ മര്യാദയ്ക്ക് ഇരുന്ന് പഠിക്കണം, മനസ്സിലായോ? എന്നാ ഞാൻ വെക്കുന്നതാണ്. നീ ഒരു കാര്യം ചെയ്യ്, അവളെ ബാക്കി കാര്യങ്ങളൊക്കെ അന്വേഷിക്കും. പ്രതിസന്ധി തീർത്തു കൊടുക്കാൻ നമുക്ക് എന്നിട്ട് ഉപാധി കണ്ടെത്താം. ഞാനിനി അങ്ങോട്ടൊന്ന് വിളിച്ചു നോക്കണം. അതെല്ലാം എന്നോട് പറയാം. ശരി, നമുക്കെന്താ എന്റെ പേരൊന്നും പറയണ്ട, ഞാൻ ഐഡിയ കിട്ടി ഞാൻ പറഞ്ഞുതരാം. നിന്റെ പേര് പറയില്ല. അവനോട് പറഞ്ഞാലേ ഞാൻ പറയും. നോക്കി നീ എന്തെങ്കിലും പറഞ്ഞാ മതി. ഉപായം അവനെ എങ്ങനെ ഒഴിവാക്കാന്ന് ഞാൻ പറയാം. ലാസ്റ്റ് നീ എന്നെ ഒഴിവാക്കുക, അത്രേ ഉള്ളൂ. ഇല്ല. അതല്ലേ ശരി.